ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരു ഉപകരണം. കർത്താവ് എനിക്ക് തന്നൊരു പാട്ടാണ്, എൻ്റെ കൂടെ ഒന്ന് പാടാവോ? യേശുവേ ആത്മാവേ പരിശുദ്ധ. അതിനൊരു വാക്യം വായിച്ചിട്ടായിക്കോട്ടെ. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, നിൽക്കണമെന്ന് തോന്നുമ്പോൾ നിന്നോണം, ചാടണമെന്ന് തോന്നുമ്പോൾ ചാടിക്കണം, ഓടണമെന്ന് തോന്നുമ്പോൾ ഓടിക്കണം. മൈക്ക് എൻ്റെ കയ്യിൽ, ഇനി ഞാൻ പറയുന്ന പോലെ കാര്യം. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ സഭയെ കർത്താവ് ഇത്ര അനുഗ്രഹിക്കാനും വിശാലമാക്കാനുമുള്ള ഒരു സുപ്രധാന കാര്യം. യു ഓണേർഡ് ദ ഹോളി സ്പിരിറ്റ്. Yes, Holy Spirit. You have given space and room for the Holy Spirit. Amen. Amen. Thank you. Because the acts of the Holy Spirit still continues. Tell someone, അടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട്, അപ്പോസ്തലപ്രവൃത്തി 29-ന്റെ ഒരു ഭാഗമായി നിങ്ങളും നിങ്ങളുടെ സഭയുമായി തീരും. Because it is the acts of the Holy Spirit. Acts chapter 19, അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക്, എൻ്റെ മനസ്സിൽ ഒരു പ്രസംഗം വെച്ചാ വന്നത്, അത് കട്ടായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ ആദ്യ വാക്യങ്ങൾ. അപ്പൊല്ലോസ് കൊരിന്ത്യയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നവരോട് ചോദിച്ചു. മതി. Have you received the Holy Spirit after you've been believed Jesus? Have you received the Holy Spirit? ഒരു കൂട്ടം വിശ്വാസികളെ പൗലോസ് ആദ്യം കണ്ടപ്പം ചോദിച്ച ചോദ്യം എന്തുവാ? സഭാ ഹോള് പണിതോന്നാണോ, ശവക്കോട്ട ഉണ്ടാക്കിയോന്നാണോ? എന്താ ചോദിച്ചേ? Have you received the Holy Spirit? ഞങ്ങളൊക്കെ വിശ്വാസി വന്ന കാലത്ത് ഇവിടെ ഇരിക്കുന്ന അച്ചായൻ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററായിരുന്നു. ഇപ്പോൾ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു ഡയോസിസ് പാസ്റ്ററാണ് എന്ന് പറഞ്ഞ ഒരു മേഖലയിലുള്ള സഭകളുടെ പാസ്റ്ററാണ്. ഇപ്പോൾ അദ്ദേഹം സഭാ ചാർജിലല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഡയോസിസിൻ്റെ ചുമതല വഹിക്കുന്നു. റജി ബ്രദർ കോഴഞ്ചേരിയിൽ, കോട്ടയത്തെ ഉണർവിന് ശേഷം പിന്നെ ഒരു വലിയ ഉണർവുണ്ടായത് കോഴഞ്ചേരിയിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മാത്രമേ ഉള്ളൂ ബൈബിൾ സ്കൂളിൽ പഠിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിൽ. അതിൻ്റേതായ കുഴപ്പം എനിക്കുണ്ട്. ഇവരാരും അവിടെ പോയിട്ടില്ല, പക്ഷെ ഇവരെല്ലാം യേശുവിനെ തൊട്ടവരാണ്. അങ്ങനെ തന്നെ ഇവിടെ ഉള്ളവരെന്നും എനിക്കറിയാം. രാജേഷ് പാസ്റ്ററുടെ സാക്ഷ്യം എനിക്കറിയാം. ഇനി നമ്മളെ കൊണ്ട് കർത്താവ് തൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തി ലോകത്ത് ചെയ്യാൻ പോവുക. $800 കോടി ജനങ്ങൾക്കും യേശു ആരാന്ന് അറിയിക്കുവാൻ സഭയെ ദൈവം ഉപയോഗിക്കാൻ പോവുക. The church around the globe is going to be glorious. കർത്താവ് കണ്ട ഗ്ലോറി ഉണ്ട് സഭയ്ക്ക്. ആ സഭയിലേക്ക്, ആ അവസ്ഥയിലേക്ക് സഭയെ, ദ ചർച്ച്, ഞാൻ ഹെവൻലി ഫീസ്റ്റിൻ്റെ കാര്യമല്ല, കോർണർ സ്റ്റോണിൻ്റെ കാര്യമല്ല, ഹോൾ ചർച്ചിനെ
ആ ലെവലിലേക്ക് കർത്താവ് മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മളെയൊക്കെ ഇരുന്നതല്ല, കർത്താവ് ഇരുത്തിയതാണ്. സ്തോത്രം. ഇതിനൊരു സംശയവും വേണ്ട. കർത്താവിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന കാലത്ത് പാസ്റ്റർമാർ ഞങ്ങളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, മോൻ അഭിഷേകം പ്രാപിച്ചാണോ എന്നായിരുന്നു. ഇപ്പം ഞങ്ങൾ പാസ്റ്റർമാർ പിള്ളേരെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന, മോൻ UK ന്യൂസിലൻഡിലാണോ പോകുന്നതെന്ന്. എവിടെ ഒരു സംഭവം നമുക്കൊരു മാറ്റമുണ്ട്. നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് എവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എഫെസോസിൽ നടന്നൊരു കാര്യമാണ്. എഫെസോസിൽ പൗലോസ് എന്നപ്പോൾ ആദ്യമായി കണ്ടവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇന്ന് പൗലോസ് ശ്ലീഹ, നാളത്തെ ഗസ്റ്റ് പൗലോസ് ശ്ലീഹ ആണോ എന്ന് എനിക്കറിയത്തില്ല, ഫിന്നി സ്റ്റീഫൻ ബ്രദറാന്ന് തോന്നുന്നു. പൗലോസ് ശ്ലീഹ ആണെങ്കിൽ നിങ്ങളെ കണ്ടാൽ ആദ്യം ഇതേ ചോദിക്കുള്ളൂ, എന്താ? ഈ എഫെസോസിൽ ഇരുന്നുകൊണ്ടാണ് കൊരിന്തിലേക്ക് പൗലോസ് ലേഖനം എഴുതിയത്. ഇതാണ് ഈ ബൈബിൾ സ്കൂളിൽ പഠിച്ചാലുള്ള ഗുണം. പിടികിട്ടിയോ? എവിടുന്ന് എഴുതി, ആരെഴുതി, എപ്പോഴെഴുതി, അങ്ങനെയും കൂടെ ഉള്ളൊരു പഠനം നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എഫെസോസിൽ ഇരുന്നുകൊണ്ട് കൊരിന്ത് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 16 8 വാക്യം ഒന്ന് വായിച്ചേ. ഫസ്റ്റ് കൊരിന്ത്യൻസ് 16 chapter verses 8 ഒന്ന് വായിച്ചു. ഇതിനകത്തിരിക്കുന്നവർക്കും വായിക്കാൻ ഒരു കുഴപ്പമില്ല. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അടുത്ത ക്രിസ്മസ് വരെ, ഓണക്കാലം വരെ ഇവിടെ കാണുമെന്ന് പറയുന്ന പോലെ ഉള്ളൂ. പക്ഷേ ഈ കോവിഡ് കാലത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ അതിനൊരു ഹിഡൻ മീനിങ് ഉണ്ട്. ഇദ്ദേഹം കൊരിന്ത് പെന്തക്കോസ് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരു പ്രസ്താവന പറയാം. പെന്തക്കോസ്ത് എന്താണെന്ന് പെന്തക്കോസുകാർ കാണാൻ പോകുന്നേ ഉള്ളൂ. പെന്തക്കോസ്ത് എന്താണെന്ന് ഹെവൻലി ഫീസ്റ്റുകാർ കാണാൻ പോകുന്നേ ഉള്ളൂ. പെന്തക്കോസ്ത് എന്താണെന്ന് കത്തോലിക്കർ കാണാൻ പോകുന്നേ ഉള്ളൂ. ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് 2 കാര്യം ഇവിടെ നടക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കെല്ലാം കിട്ടിയവരെ. ഒരളവിലെങ്കിലും ആത്മനിറവില്ലാത്തവർ ഇതിനകത്ത് ഇരിക്കത്തില്ല. അല്ല ഇപ്പം തന്നെ ഇറങ്ങിപ്പോയാൽ അവന്മാർക്ക് വേറെ യാതൊരു തൊഴിലും ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇച്ചിരി ആത്മാവ് ഉള്ളതുകൊണ്ടാവുന്ന കയ്യെ പിടിച്ച് പറഞ്ഞാൽ എവിടെയോ ഒക്കെ തൊട്ട് പോയിട്ടുണ്ട്. അല്ല ഇവിടെ ഇരിക്കാൻ തോന്നുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരളവിൽ ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. സ്തോത്രം. അപ്പൊ ഇന്ന് ആത്മാവിൻ്റെ അടുത്തൊരു നിറവ് നമുക്കുണ്ടാകണം. അല്ല, വേണ്ട, ലഭിച്ച ആത്മാവിൻ്റെ സാധ്യത ഇപ്പൊ കയ്യിലുള്ളത് എന്നതാന്ന് പിടികിട്ടിയാൽ നീ ലോകത്തെ കുലുക്കും. ഈയിടെ ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ, വേറെ ആരുടെയല്ല, സുരേഷ് ബാബു ബ്രദറിന്റെ ഒരു പ്രസംഗം സാഹചര്യവശാൽ കേൾപ്പാനാണ്. അദ്ദേഹം പറയാണ്, ആഫ്രിക്കയിൽ സ്വർണ്ണ മലകളുടെ മുകളിൽ കുടിലിൽ താമസിക്കുന്നവരുണ്ടെന്ന്. ഭയങ്കര ഗോൾഡ് മൈൻ അടി കിടക്കുന്നു. പക്ഷെ ഇവരെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ കുടില് കെട്ടി ദരിദ്രമായിട്ട് അതിന് മുകളിൽ കിടക്കുക. ഈ ഗോൾഡ് മൈനിൻ്റെ മുകളിൽ ഒരു 100 വർഷം മുമ്പ് സായിപ്പ് ചെന്നപ്പോഴാണ് പിടികിട്ടി ഇതിൻ്റെ അടിയിൽ ഏതുണ്ടെന്ന്. അടുത്തിരിക്കുന്നതാണ് ഈ ഗതികേട് സഹോദരന് വരല്ലേ, സഹോദരിക്ക് വരല്ലേ എന്ന് പറഞ്ഞു. അതിലും വലിയ ഐറ്റമാണ് നിന്റെ കൈ തന്നിരിക്കുന്ന പരിശുദ്ധ.
It's already in you. Yes. ഇന്ന് രാത്രി ഒന്നും പ്രാപിക്കണ്ട. പ്രാപിച്ചത് നീ അറിഞ്ഞാൽ Yes. നിന്റെ വീടിന്റെ അവസ്ഥ ആദ്യം മാറും. നിന്റെ ജെറുസലേമിന്റെ അവസ്ഥ ആദ്യം മാറും. നിന്റെ ശമരിയയുടെ അവസ്ഥ പിന്നെ മാറും. അടുത്തടമെല്ലാം മാറും. കരമടിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാൽ ഒന്ന് പറഞ്ഞ് അന്യഭാഷ ചൊവ്വയൊന്ന് പറഞ്ഞ് പണ്ടൊക്കെ ആണേല് പൗലൂസ് പറഞ്ഞിട്ടുണ്ട്, ആത്മവരമില്ലാത്തവന് ഈ അന്യഭാഷ അറിയാത്തവരുടെ ഇടയിൽ പോയി എന്ത് ചെയ്യരുതെന്ന്. ഇത് പറയരുത്. നമ്മൾ ദൈവമക്കൾ കൂടുമ്പം പറഞ്ഞാൽ മതി. ഇത് അറിയാൻ മേലാത്തവരുടെ പറയണം. അതിനിപ്പോൾ ഒരു ഗുണം ചെയ്തു. ഒരു സിനിമാക്കാര് ഇതിൽ കേരളം മുഴുവൻ ട്രാൻസ് എന്നും പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കി അന്യഭാഷ പറഞ്ഞ് മുഴുവൻ കേരളീയരെ അറിയിച്ചിട്ടുണ്ട്. ഇനി എവിടെയും പറയാമെന്ന് പറ. എന്നൊക്കെ ഒന്ന് വെച്ച് വെച്ചോന്നേ, ധൈര്യമായിട്ട് വെച്ചു. മൈക്ക് എൻ്റെ കയ്യിലാ, വെച്ചോ. ആത്മാവിലൊന്ന് വെച്ചേ. ചിലതൊക്കെ പൊളിയും. Yes. ചില മതിലുകൾ പൊളിയും. Yes. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോരെ പുതുതായിട്ടൊന്നും പ്രാപിക്കേണ്ട. അകത്തുള്ള സ്വർണ്ണമല ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അകത്തുള്ള സ്വർണ്ണം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കയ്യെ പിടിച്ച് പറ, നിങ്ങളുടെ അകത്തുള്ളത് പിശാചിന് പണ്ടേ പിടികിട്ടിയതാന്ന് പറ. സ്വത്രം. നിങ്ങളുടെ അകത്തുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ അവന് ഈ നാട്ടിലെങ്ങും കിടക്കാനൊക്കത്തില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അടുത്തതിന് എവിടുന്ന് കിട്ടും? ഇന്ന് തോമസ് ഊട്ടി പാസ്റ്റർ വരുമ്പോഴാണോ കിട്ടുന്നത്? ഇനി കെ എബ്രഹാം പാസ്റ്റർ വരുമ്പോഴാണോ കിട്ടുന്നത്? ഫിന്നി സ്റ്റീഫൻ ബ്രദർ വരുമ്പോഴാണോ? ഇതൊക്കെ പണ്ടേ കിട്ടിയത് അകത്തുണ്ട്. അകത്തുള്ളതിന്നൊന്ന് ജ്വലിപ്പിച്ച് തിരിച്ചറിഞ്ഞ് ജ്വലിപ്പിച്ച് പോയാൽ സംഭവം മാറും എല്ലാ മേഖലയിലും. നമ്മുടെ വിചാരി അന്യഭാഷയും സഭയും ശുശ്രൂഷയായിട്ട് വന്ന അല്ല. നിങ്ങളുടെ അടുക്കളയിലെ കാര്യത്തിൽ വരെ ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ചെയ്യും. ആത്മീയതയും ഭൗതികതയും രണ്ടാക്കി. യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. അടുത്തിരിക്കുന്ന ആൾ വരുന്ന ഞായറാഴ്ച സാധനം അല്ലെന്ന് പറഞ്ഞാട്ട്, ഉപവാസ പ്രാർത്ഥന സാധനം അല്ല. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അങ്ങനെ എപ്പോഴും അങ്ങ് പോകുന്ന പരിപാടിയാ. അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ആരാധിച്ച്, ഒന്ന് കണ്ണ് തുറന്ന് ആരാധിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വന്നാല് പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോ അന്യോട്ട് നോക്കി ആരാധിക്കാൻ പറഞ്ഞാൽ ചില എല്ലാത്തിനും വാക്യം വേണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. പലതരം അന്യഭാഷയുണ്ട്. വർഷിപ്പിന്റെ അന്യഭാഷയുണ്ട്, പോരാടുന്ന അന്യഭാഷയുണ്ട്, ദൂതായിട്ടുള്ള അന്യഭാഷ, വ്യാഖ്യാനിക്കാവുന്ന അന്യഭാഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ അടിവേരുകളെ വെട്ടുന്ന അന്യഭാഷയുണ്ട്. ഓരാ ബാബ ശംബ രേഖ രാജ ധാര ദീക ഒന്ന് ചിരിച്ചോണ്ട്. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പേര് ആനന്ദ തൈലം. എന്താ? ഇവിടെ ചിലരുടെ മേൽ ഗൗരവ തൈലമാണോ വീണെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ആനന്ദ തൈലമാണ്. ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ. പഴയ നിയമ ഉപവാസവും പുതിയ നിയമ ഉപവാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമ ഉപവാസം പറഞ്ഞാൽ റൊട്ടിലും വെണ്ണീരിലും ഇരിക്കുക. ഉപവാസം യേശുവിൻ്റെ ശിഷ്യന്മാരൊന്നും ഉപവസിച്ചില്ല 3.5 കൊല്ലം. ഉടനെ കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, പരീക്ഷന്മാർ പറഞ്ഞു ഞങ്ങളും യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ വളരെ ഉപവസിക്കുന്നു. നിങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ഉടനെ കർത്താവ് പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പം തോഴ്മക്കാർക്ക് മണവാളൻ പോയി കഴിയുമ്പോൾ അവർ ഉപവസിക്കും. എന്നിട്ട് പറഞ്ഞു, പഴയ തുണിക്കണ്ടത്തോടെ അടുത്തിരിക്കുന്നവള് എൻ്റെ പുതിയ ഐറ്റം ഉപവാസാന്ന യേശു പറഞ്ഞെന്ന് പറ. അതിന് നമ്മൾ ഒരു 3.5 കൊല്ലത്തെ ബ്രേക്ക് കൊടുത്തു. കാരണം ആ ഉപവാസം ഇങ്ങോട്ട് കയറരുത്. ഇവിടെ പഴയ നിയമത്തിലെ ഉപവാസം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. പഴയ നിയമത്തിലെ ഉപവാസമാണ് നിങ്ങൾ ഇവിടെ എങ്ങാനും ബ്രോഡ്വേ ഇവിടെ എങ്ങാണ്ട് പോയി ഒരു ചാക്ക് മേടിക്കുക, കുറച്ച് ചാരം മാരി മേത്തെല്ലാം ഇടുക, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. പഴയ നിയമ ഉപവാസം മിക്സ് ചെയ്യരുതെന്ന് പറഞ്ഞാട്ടെ. എന്നിട്ട് കർത്താവ് എന്തോ പറഞ്ഞു? സ്തോത്രം. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിൽ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ അത് പുതിയ ഐറ്റാണ്. ആനന്ദ തൈലമാണ് എൻ്റെ. അപ്പൊ കർത്താവ് പോയി കഴിയുമ്പോൾ ഉപവസിപ്പിക്കുമല്ലോ. ആ 40 ദിവസം കർത്താവ് എന്താ പറഞ്ഞ, ഞാൻ പോവാ, നിങ്ങൾ ഇരുന്നോണമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം ഇരുന്ന് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ മേൽ എന്ത് വന്നു? കണ്ടവരെന്തോ പറഞ്ഞു? അതുകൊണ്ട് ഞാൻ MLEVC പ്രസംഗിക്കാണ്ട് ദയവായി കുടി നിർത്തരുത്. എനിക്ക് കുടിയന്മാരെ ഭയങ്കര ഇഷ്ടം. എന്തൊരു ജോളി. വീട്ടിൽ അരിയില്ലെന്നോ ഒന്നും അവർക്ക് ഭാരമില്ല, യാതൊരു വറീസുമില്ല. ലഹരിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഞങ്ങളൊക്കെ പണ്ട് ഷാപ്പിൽ ഡെസ്കേലൊക്കെ അടിച്ച് പാടിയിട്ടുണ്ട്. അങ്ങനത്തെ പാർട്ടികളോട് വിശുദ്ധന്മാരുടെ നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അന്ന് എങ്ങനെയാന്ന് ചോദിച്ചാൽ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളിൽ ഐക്യതയാണ്. കയ്യെപ്പിടിച്ച് പറയാം, ലഹരിക്ക് ഒത്തിരി ഗുണമുണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് എഫേസ്യർ 5:18 പറയുന്നത്, വീഞ്ഞു കുടിച്ച് അതിനാൽ ലോകത്തിന്റെ വീഞ്ഞ് ദുർനടപ്പിലേക്ക് നടത്തും. അത് കുടിച്ചാൽ കരള് പോവും. പറഞ്ഞേ, കരള് പോവും, മാന്യത പോവും, പിള്ളേരുടെ ഭാവി പോവും. പക്ഷെ വേറൊരൈറ്റം കർത്താവ് തന്നിട്ടുണ്ട്. എന്താ കർത്താവ് തന്ന ഐറ്റം? വീഞ്ഞു കുടിച്ചും അത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നിട്ട് പറയാ, ആത്മാവ് നിറഞ്ഞവരാകുകയും be filled with the Holy Spirit. അവിടെ MLEVC ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സഭ വരുന്നോളാം കുടി നിർത്തരുത്. സ്തോത്രം. കുറഞ്ഞു പോയി. കുടി നിർത്തരുത്, ബ്രാൻഡ് മാറ്റണം. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞേ, കുടി നിർത്തരുത്. ഈ ചില ആൾക്കാരുണ്ടല്ലോ, പണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ മൊത്തം ഗൗരവമായി. സ്വോത്രം സ്വോത്രം സ്വോത്രം. ആരോടും മിണ്ടത്ത് പോലുമില്ല. ആ പഴയ ചിരിയൊക്കെ ഇവിടെ പോയെന്ന് ചോദിച്ചേ. നമുക്ക് ആ ലഹരിക്കകത്ത് അന്ന് നമുക്ക് ലഹരി തന്ന സാധനത്തിന്റെ തിന്മകൾ മാറ്റിയിട്ട് സ്വർഗീയ ലഹരിയിൽ എല്ലാം മറന്ന് ആത്മമണ്ഡലത്തിൽ ഒന്ന് കരമടിച്ച് ആത്മാവിൽ സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ രണ്ടടിച്ചിട്ട് എഴുതിയ പല പാട്ടുകൾ എനിക്കുണ്ട്. എന്താ പ്രശ്നമാണേലും ഈ കുടിയന് പിന്നെ ഓർമ്മ വല്ലതും ഉണ്ടോ? ഞാൻ അരുണാചൽ പ്രദേശിൽ ചെന്നപ്പോൾ എൻ്റെ ഭാഷ 2 കുടിയന്മാർ ഒരുത്തനെ തോളരെടുത്ത് ഇങ്ങനെ നടന്നു വരിക. ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ മറ്റേ പുള്ളിയെ താഴെ ഇറക്കട്ടെ, ഇനിയും എൻ്റെ 1 കിലോമീറ്റർ കഴിഞ്ഞ് നീ എന്നെ എടുക്കാൻ. എന്തൊരു ഐക്യത, എന്തൊരു കൂട്ടായ്മ, എന്തൊരു സന്തോഷം. നമ്മൾ അതിലും അടിപൊളി സാധനം അടിക്കുന്നവരാ. നമ്മളിതിനെ ഒരു സൺഡേ അഫയർ ആക്കി മാറ്റി. അതല്ലിത്. നിരന്തരമായ ആത്മനിറവിൽ കയ്യപ്പിടിച്ച് പറ. ഇതിങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നാൽ കുറ്റം പറയാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു. വല്ലവരുടെയും കുഴപ്പം കാണാൻ ബുദ്ധിമുട്ടാ പറഞ്ഞേ, പിറവിറുക്കാൻ ബുദ്ധിമുട്ടാ, പ്രൈസ് ദി ലോർഡ് പരാതി പറയാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾ ആത്മാവിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് അവിടെ ചെല്ലും. അനുഭവം ഉള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചു. ആത്മാവിലൊന്ന് കുക്ക് ചെയ്ത് നോക്കിയേ. ഈ നമ്മുടെ സഹോദരിമാരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്, എൻ്റെ പിന്നെ ഇന്നിപ്പം എന്നാണോ ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് ഉണ്ടാക്കി നമ്മുടെ മെനു എല്ലാം തീർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഹോളി സ്പിരിറ്റ് പറഞ്ഞു തരും. ഉയർത്തെഴുന്നേറ്റ കർത്താവും കുക്കിംഗ് മറന്നില്ല. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല 1ാം ക്ലാസ് ബ്രെഡും ഫിഷ് ബാർബിക്യൂ. തീറ്റയില്ലാത്തൊരു പരിപാടി പുതിയ നിയമത്തിലില്ല. ഏത് യോഗം കൂടിയാലും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചേർന്നൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. നമ്മളിതിനെ 2ആക്കി നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അഭിഷേകമാക്കി അല്ല. നിന്റെ വീട്ടിൽ, നിന്റെ കുക്കിങ്ങിൽ, നിന്റെ ഓഫീസിൽ, അടുത്ത ബിസിനസ് പ്ലാനിൽ, അടുത്ത നിന്റെ ബിസിനസ് പ്ലാൻ, നീ ഇട്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻ, അതിന്മേൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങും. നമ്മളിപ്പോ പറയുന്ന ബിസിനസ് ഒക്കെ വേറെ ഏതോ വിശ്വാസക്കാരാ ചൊവ്വ ചെയ്യുന്ന അല്ല, ദൈവമക്കളുടെ കയ്യിലോട്ട്. കൊച്ചി പട്ടണത്തിൽ ബാംഗ്ലൂരുമായി ഏതോ ഒരു ബിസിനസിന്റെ പദ്ധതി ഇടുന്ന വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഫേവറായി ചില വ്യക്തികൾ നിന്റെ വഴിയിലേക്ക് വരാൻ പോവാ. ചില ഗാർമെന്റ് ബിസിനസ്സുകൾ, രക്താംബരം എന്ന് പറയുന്ന റോയൽ ഗാർമെന്റ്സ് വിത്ത് ലുദിയായെ പോലെ ഒരു പല ശുശ്രൂഷകളെയും സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയായി ചില ഗാർമെന്റ് ബിസിനസ് ചെയ്യുന്നവരെ കർത്താവ് മാറ്റുന്ന ഒരു വലിയ ബിസിനസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ബിസിനസ്സും ശുശ്രൂഷയും ഒരുപോലെ കാണുകയും ബിസിനസിനെ ഏറ്റവും വിലപ്പെട്ടതും അതിലും ശ്രേഷ്ഠമായി ശുശ്രൂഷയെ കാണുന്ന ദൈവദാസന്മാർ ഇതിനകത്ത് ഇന്ന് എഴുന്നേക്കാൻ പോവാ. കരമടിച്ച് ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇരുന്നാട്ട് ആ പാട്ട് പാടാം. യേശുവേ ആത്മാവേ പരിശുദ്ധാത്മാവേ പാടിക്കേ. യേശുവേ പരിശുദ്ധ ഞാനിനിയും അങ്ങയുടെ കയ്യിലൊരു ഉപകരണം. യേശുവേ ആത്മാവേ
അന്നമ്മ മാമൻ എന്നൊരാളെ കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. കുറവാ, പക്ഷെ ഈ പാട്ട് കേട്ടിട്ടുള്ളവർ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി ആ പാട്ട് കേട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ചു. ഇപ്പം പാടിയപ്പം കേട്ടവരല്ല, നേരത്തെ കേട്ടിട്ടുണ്ട്. അതെഴുതിയ ആളുടെ പേരാണ് അന്നമ്മ മാമൻ. കുമ്പനാട് കുടുംബത്തിൽ, കുമ്പനാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, കുമ്പനാട് കുടുംബത്തിൽ, അവിടുത്തെ ഒരു ഉന്നതമായ കുടുംബം. ആ പേരിലാണല്ലോ കുമ്പനാട് ദേശം തന്നെ അറിയും. ഒരു മർത്തോമ ഫാമിലിയിൽ വളർന്നു വന്ന 10-14 വയസ്സ് ഉള്ളൊരു മോൾ. 14 വയസ്സുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കി എഴുന്നേറ്റ് നിന്ന്. 13, 14, 15 എല്ലാം കൈപൊക്കി എഴുന്നേറ്റ് നിന്ന്. 13, 14 and 15 ഈ പ്രായത്തിലുള്ള ഒരു മോള്. ആ പ്രായത്തിൽ എഴുതിയ പാട്ടാണ് ഇത് കേട്ടോ. അങ്കിൾ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അങ്കിളാണ് ആ ആൻറ്റിയെ ഇൻ്റർവ്യൂ ചെയ്തത്. ഇരുന്നോളൂ. പാസ്റ്റർ PG മാത്യു സാർ നടത്തുന്ന ജ്യോതിമാർഗം എന്ന മാസികയുടെ ഒരു എഡിറ്ററോടായിരുന്നു ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അന്ന് ആ മാസികയ്ക്ക് വേണ്ടി ആൻറ്റിയെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അപ്പം ഈ ആൻറ്റി രക്ഷിക്കപ്പെട്ടു. മർത്തോമായിൽ ഒത്തിരി രക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്. ആ സമയത്ത് സ്നാനപ്പെടുക എന്നൊരു കാര്യം തിരിച്ചറിയുകയും ഈ ചെറുപ്പക്കാരത്തി തിരുവല്ല നിക്കോൾസൺ സ്കൂളിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ആ കാലങ്ങളിൽ ഈ പെന്തക്കോസ്തൽ പരിശുദ്ധാത്മ പകർച്ചയുടെ ഒക്കെ ഒരു തുടക്കകാലമാണ്. അപ്പം അതിനു മുമ്പുള്ള പലരും ഈ ആത്മപകർച്ച അന്യഭാഷയൊക്കെ നിന്നുപോയി എന്ന് പറയുന്ന പലരും ഇതിനെ വിമർശിക്കുമായിരുന്നു. ഇതൊന്നും ശരിയല്ല, തോന്നല, ചെല്ല് പറയും പിശാച എന്നൊക്കെ പറയുന്നൊരു കാലമാണ്. അങ്ങനെ വിമർശനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മോള്, ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ 80 വയസ്സടുത്തുണ്ട്. മോളെന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ മനസ്സിലോ, കുമ്പനാട് നിന്ന് തിരുവല്ലയിലേക്ക് വഴിയെ നടന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ, പോകുന്ന വഴിക്കൊക്കെ സ്വോത്രം പറഞ്ഞാൽ പോകുന്നു. വഴിക്ക് വെച്ച് സ്കൂളിൽ പോകുന്ന പെൺകുട്ടി അന്യഭാഷ പറയുന്നു. സ്വോത്രം. അത് കഴിഞ്ഞാണോ സ്നാനപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴാണോ എപ്പോഴാണെന്നറിയത്തില്ല, ഈ വീട്ടുകാർ ഈ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിശ്വാസം നിമിത്തം. നമുക്കൊക്കെ വിശ്വാസ നിമിത്തം ഭയങ്കര കഷ്ടതയാണെന്നാണ് പറയുന്നത്. അടുത്തിരിക്കുന്നവർ ഒരു കഷ്ടത അനുഭവിച്ചിട്ടില്ലെന്ന്. കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ച്. അവിടെ IPCയുടെ ഒരു സെൻട്രൽ സ്ഥലമുണ്ടല്ലോ, അവിടെ വരെ ജംഗ്ഷൻ ഭാഗത്തുനിന്ന് അടിച്ച് അവിടെ ഇപ്പോൾ ആ പമ്പുള്ള സ്ഥലം വരെ കല്ലുമാലി എന്ന സ്ഥലത്ത് സിസ്റ്ററിനറിയാം ഓടിച്ചു. യേശു നിമിത്തം, പരിശുദ്ധാത്മാവ് നിമിത്തം, സ്നാന നിമിത്തം. ആ പോകുമ്പോൾ പാടിയതാ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം. അടുത്തിരിക്കുന്ന ആള് പറ, സ്വർണ്ണമലയുടെ മുകളിലായിരിക്കുന്നതെന്ന് പറ. അത് വിട്ടിട്ട് ഒന്ന് പറ, അത് വിട്ടിട്ട് വേറെ ഒന്നിൻ്റെ പുറകെ പോരുന്നൊന്ന് പറഞ്ഞാൽ. നിന്റെ കുടുംബം, നിന്റെ പാരമ്പര്യം, നിന്റെ പൈസ, നിന്റെ ബിസിനസ്, നിന്റെ എല്ലാ വലുപ്പങ്ങളും ഒന്നുമല്ല when compared to Jesus and Holy Spirit. And Holy Spirit. ഇന്ന് രാത്രി നിന്റെ മകന് ബിസിനസിന്റെ പദ്ധതികൾ കൊടുത്തോണം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഹോളി സ്പിരിറ്റിനെ കുഞ്ഞെ നീ പ്രാപിച്ചോണം എന്ന് പറഞ്ഞു. നീയും നിന്റെ തലമുറയും.
ഹോളി സ്പിരിറ്റ് വരാൻ വേണ്ടി ദൈവം മുടക്കിയത് തൻ്റെ പുത്രന്റെ. ലോകത്തിലെ മുഴുവൻ വെള്ളിയും പൊന്നും വിറ്റാലും കിട്ടത്തില്ല. ആ വെള്ളി പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ മോസ്റ്റ് വാല്യുബിൾ ബ്ലഡ്. It was given to the Father, and the Father sent the Holy Spirit. നിങ്ങൾ പറയുന്ന അന്യഭാഷയുടെ വില പിടികിട്ടിയിട്ടുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു. റേഖാലിയ റബാന ഹന്തര. തേണ്ട മണി മുത്തുകൾ വായിന്ന് വരുന്നു. പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു എന്തിനു മരിച്ചു, വില കൊടുത്തു, അടക്കപ്പെട്ടു, ഉയർത്തു? എന്തിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു? നമുക്ക് പല മറുപടി ഉണ്ടെങ്കിലും ഞാനൊരു മറുപടി പറയാം. To change your language. നിന്റെ ഭാഷ മാറ്റാനാ അവൻ ഈ കഷ്ടപ്പാട് മുഴുവൻ പെട്ടത്. പറഞ്ഞു, പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നോണം, ഞാൻ പോകും, പരിശുദ്ധാത്മാവിനെ വാങ്ങും, നിങ്ങൾക്ക് തരും. അങ്ങനെ ഇരുന്നു. പെന്തക്കോസ്ത് നാൾ അവരുടെ മേൽ എന്ത് വന്നു? വലിയ കുലുക്കമുണ്ടായി, കാറ്റടിച്ചു. ആത്മാവ് അവർക്ക് എന്ത് നൽകി? സ്വർണ്ണമല നൽകി. കയ്യെ പിടിച്ച് പറ, സ്വർണ്ണമല നൽകി. And the Spirit gave them utterance. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൽ വ്യാപരിച്ച ദൈവാത്മാവ് നിന്റെ അധരത്തെ മാറ്റിയിരിക്കുക. നീ പറഞ്ഞാൽ ചിലതുണ്ടാവും. വേണ്ടാത്തതൊന്നും ഈ വാ കൊണ്ട് പറയരുത്. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, കുറ്റം പറച്ചില് എല്ലാം അവസാനിപ്പിച്ച് നിന്റെ നാവിന് വേർപാട് വേണ്ടി. വേർപാട് വിശുദ്ധി എന്ന ഉപദേശം വളരെ സത്യമാണ്. അത് ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞു. മെയിനായിട്ടും നാളെ പിന്നെ സ്റ്റീഫൻ ബ്രദറിന് എന്നെക്കായിൽ ബെസ്റ്റായിട്ടത് പറയാൻ പറ്റും. ആഭരണങ്ങൾ ഊരുക, വെള്ളവേഷം ധരിക്കുക, അതവർ ജനസമൂഹത്തിൽ. പക്ഷെ യഥാർത്ഥ വേർപാട് വേണ്ടതുണ്ട് ഇവിടെ. ഒന്ന് തൊട്ടേ, അടുത്തിരിക്കുന്ന നാട്ടുകാരും നിന്റെ കുഴപ്പം, സ്വന്തം നാക്ക് തന്നെയാണ്. ഒന്ന് പറഞ്ഞേട്ടെ. സ്വത്രം. ഈ പുള്ളിയെ ആ പുള്ളിയുടെ വരുതി കൊണ്ടുവന്നാൽ നീ അത്ഭുതമാവും. റാബ റംദ രാജ ദാല റൗഡ റംബ ജാല ധാര ബാബ ശംബ. Praise the Lord. സ്തോത്രം. 2 കൊരിന്ത്യർ 4:6-13 ഒന്ന് വായിച്ചു. 2 Corinthians chapter 4, 6 and 13. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. The Creator God is within you now. By the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ. ഇരുട്ടിനെ കണ്ടപ്പോൾ ദൈവം എന്താ പറഞ്ഞേ? നമ്മളൊക്കെ ഇരുട്ട് കണ്ടാൽ ഇരുട്ടാണേ എന്ന് പറയും. അതാ അത് പറ, അതാ കുഴപ്പമെന്ന് പറ. ദൈവത്തിന്റെ പ്രത്യേകത ഇരുട്ട് കണ്ടാൽ ഇരുട്ടാണ് എന്ന് പറയല്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും. കയ്യപ്രച കാണുന്നതെല്ലാം പറയാതെ വേണമെന്നതെല്ലാം പറയാൻ പറ കാണുന്നതെല്ലാം പറയാതെ. എൻ്റെ വീട്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞു,
നാശകൂപമായ വീടാ. പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യ ഭയങ്കര പറച്ചിൽ കരുത്തിയ, എന്തൊക്കെ ആകണോ അതെല്ലാം പറഞ്ഞു, അതെല്ലാം ആയി. അതെങ്ങനെ നമ്മുടെ കൊച്ചൻ ഇച്ചിരി പഠിക്കാലോ അവൻ്റെ തലയൊക്കെ വെച്ച് നീ മഹാ കഴുതയാടാന്ന് പറയും. താമസിയാതെ കഴുതയാകും അവൻ കഴുതയാണേലും ഇവൻ കുതിരയാന്ന് പറഞ്ഞേ. ഞാൻ സാക്ഷ്യം നിങ്ങളെ കേൾപ്പിക്കാം, ഒന്ന് കേൾപ്പിക്കാൻ വന്നല്ല. യേശുവേ ആത്മാവേ പരിശുദ്ധ ഓ ഞാനിനിയും ഇത് വേണമെന്ന് ക്യാമറയിൽ പിടിച്ചാലും കുഴപ്പമില്ല. ഒരു മോളെ കാണാമല്ലേ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഗൗരി. 2019 +2 റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 1200 കൊമേഴ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ലഭിച്ചു. എല്ലാ മഹത്വവും കർത്താവിന്. ഗുഡ് ഫോർ നത്തിങ് എന്നും വേസ്റ്റ് സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിന്റെ ഏറ്റവും കോർണറിൽ മാറ്റി നിർത്തിയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അവിടെ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ കർത്താവാ. എല്ലാ മഹത്വവും യേശുവിന്. കേരള ചരിത്രത്തിൽ ആദ്യമായി 1200 മാർക്ക് കൊമേഴ്സ് സ്ട്രീമിൽ വാങ്ങിയ ഗൗരി മോളെയാണ് കണ്ടത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഗൗരിമോളുടെ അമ്മ നിലമ്പൂരിൽ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. സ്കൂൾ ടീച്ചറായി ഇരിക്കുമ്പോൾ സഹോദരിയുടെ ഈ വെർട്ടിബ്രൽ കോളത്തിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി തളർന്നുപോയി. സ്കൂളിൽ പഠിപ്പിക്കാൻ മേല കട്ടിലെ തന്നെ കിടക്കുക. ഈ പിള്ളേർ വല്ലതും കൊടുത്തിട്ട് കഥ കടച്ചിട്ട് സ്കൂളിൽ പോകും. അങ്ങനത്തെ സ്ഥിതിയായിരുന്നു. 2 പെൺപിള്ളേരാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ തന്നെ നിലമ്പൂരിലുള്ള ഞങ്ങളുടെ മറ്റൊരു ബ്രദറുണ്ട്. അദ്ദേഹം നമ്മുടെ ശുശ്രൂഷകനായപ്പോൾ അദ്ദേഹം അധ്യാപകൻ, സന്തോഷ് ബ്രദർ എന്ന് പറയും. അദ്ദേഹം ഈ അവസ്ഥ കണ്ട് അവിടെ ചെന്ന്, ഇവർ നോൺ ക്രിസ്ത്യൻസാണ്, അവരോട് പറഞ്ഞു യേശു സൗഖ്യമാക്കും, ഞങ്ങളുടെ ഒരു TV പ്രോഗ്രാമുണ്ട്, ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ അന്ന് സൂര്യ TV ഞങ്ങളുടെ പ്രോഗ്രാമുള്ള സമയമാണ്. ഈ അമ്മയും 2 മക്കളും കൂടെ, ഈ ഗൗരിമോളും ഗൗരിമോളുടെ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി, അവർ രണ്ടും കൂടെ, അവളിപ്പോൾ കാനഡയില്ല, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തങ്കു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ സഹോദരിക്ക് നട്ടലിന് എവിടെയാണോ പ്രോബ്ലം അതേ നട്ടലിൻ്റെ കശേരുകകൾ L4 എന്തോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആയിരിക്കുന്ന ഒരു സിസ്റ്റർ ഇന്ന പോലൊരു കട്ടിലേ കിടക്കുന്നു, എന്തോ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയാം. എത്രയോ ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്തതല്ലേ. യേശു തൊടുന്നു എന്ന് പറയുകയും നിങ്ങൾ ആര് കൈവച്ചാലും സൗഖ്യമാവും. ഇവർ ക്രിസ്ത്യൻസ് അല്ല. ആ സൈഡിൽ നിന്ന 2 പിള്ളേരും കൂടെ വിശ്വസിക്കുന്ന ആര് കൈവച്ചാലും സൗഖ്യമാണെന്ന് കേട്ടപ്പോൾ ഈ ഗൗരി മോളും മറ്റേ മോളുടെ കൈ വെച്ചതും ഈ ശരീരത്തിലേക്ക് ഒരു അഗ്നി ഇറങ്ങിയതും ഒന്നിച്ചായിരുന്നു. അങ്ങനെ എഴുന്നേറ്റു. അങ്ങനെ അവർ വിശ്വാസികളായി. ഈ മോള്, ഇളയ മോള് അതേ സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും അവളെ ടീച്ചേഴ്സ് വിളിച്ചതിൽ നിന്ന് ഗുഡ് ഫോർ നത്തിങ് എന്ന. കാരണം ഒന്നും പഠിച്ച പിടി കിട്ടുകയില്ല. ബാക്കി കേട്ടോണം. എന്റെ അമ്മ ഒരിക്കൽ തോമസ് ചാങ്ങിൽ ഒരു മെസ്സേജ് കേട്ടു, നിങ്ങളുടെ മക്കള് ഞങ്ങളെ പോലെ ആടുന്നവരായിരിക്കും, ഐ വിൽ മേക്ക് ദം ചിൽഡ്രൻ ഓഫ് തണ്ടർ, നിങ്ങളുടെ മക്കളെ ഇടിമക്കളാക്കുന്ന. ആ വചനം അമ്മ ഏറ്റെടുത്തു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മ എന്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗൗരിമോള് വളർന്നു, ഞാനും നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവളുടെ മേലുണ്ടായിരുന്നു എന്ന്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അയക്കപ്പെട്ട വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരുന്നില്ല എന്ന്. എന്റെ ജീവിതത്തിൽ അന്ന് മുതൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഏറ്റവും വേസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്ന ഞാൻ ആ വർഷം സ്കൂളിലെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞ് 10th പഠിക്കുമ്പം കേരള കലോത്സവത്തിലെ ഇംഗ്ലീഷ് റെസിറ്റേഷന് സ്റ്റേറ്റ് ഫസ്റ്റ് ലഭിച്ചു. 10th ഫുൾ A+ ലഭിച്ചു. 10th കഴിഞ്ഞ് എന്തെടുക്കണം, കർത്താവേ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ ഒരു ഡൗട്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ലൈഫിൽ സജഷൻസും ഒപ്പീനിയൻസും അഡ്വൈസസും തരും, പക്ഷെ നമ്മുടെ ഫൈനൽ വേർഡ് നമ്മുടെ അപ്പന്റെ കൂടെ ആയിരിക്കണം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്നാ എടുക്കണ്ടേ? കർത്താവ് എനിക്ക് അങ്ങനെ ആലോചന കിട്ടി. ഞാൻ കൊമേഴ്സ് എടുത്തു. എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു കൊമേഴ്സ് പഠിക്കാൻ. ഞാൻ അങ്ങനെ കൊമേഴ്സ് എടുത്തു.
+2 എൻ്റെ മാർക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായേ എൻ്റെ കർത്താവ് എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം ആദ്യമായിട്ട് കേരളത്തില് 1200 മാർക്ക് കർത്താവ് എനിക്ക് നൽകി. എവിടെ നിന്നിച്ചോ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ഉച്ചാരണം മാറ്റാനാ യേശു ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളുകൂടി മാറ്റും, വേറെ എല്ലാം മാറ്റും. ഇത് മാറ്റുകയല്ല. വായെടുത്താൽ നെഗറ്റീവേ പറയൂ. പിന്നെ കുറ്റം പറച്ചിലിൻ്റെ കാര്യം പറയണ്ടല്ലോ. നല്ല പ്രസംഗം കേൾക്കുന്നതിനേക്കായി നമുക്കിഷ്ടം വല്ല ദൈവദാസന്മാരുടെയും കുറ്റം പറയുന്നത് വീഡിയോ കാണാനാണ്. നിന്റെ അകത്തെ ബിൽഡപ്പ് ചെയ്യുന്ന വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനം കൊണ്ട് നീ നിറഞ്ഞാൽ നിന്റെ നാക്കേ കൂടെ അതേ വരുള്ളൂ. അവിടെ സൃഷ്ടിപ്പ് നടക്കും. കയ്യെ പിടിച്ച് പറയാം, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് നിന്ന് കയ്യെ പിടിച്ച് പറഞ്ഞാൽ ശരിക്കും കയ്യെ കുലുക്കിയിട്ട് പറയും, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടത് കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതടയ്ക്കണം. എല്ലാവരും അടച്ചൊരു കോർക്കിട്ട് അടച്ച് ഇതടയ്ക്കണം. ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യണം. ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് തുറക്കണം. ആത്മാവിൽ അങ്ങോട്ട് നിറയണം. നിന്നെ നിറയ്ക്കും. നീ തന്നെ ഒരു ക്രിയേറ്ററായിട്ട് മാറും. ശംബ രംബ രക്ത രാജ ദാല റൗഡ രംബ ബാബ റൂഡ രാജ ദാല റൈഡ രംബ ബാബ. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവിടെ ഒരു വാക്കുണ്ട്. അത്തിയെ ശപിച്ചു കഴിഞ്ഞപ്പോഴാണ്. മർക്കോസ് 11 എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദൈവദാസൻ്റെ പ്രസംഗമായത് കേട്ടോ. ഞാനൊരു ദൈവദാസൻ്റെ ട്രാൻസ്ലേറ്ററായിട്ടാണ് എൻ്റെ ഒരു മിനിസ്ട്രി വിശാലപ്പെട്ടത്. അഗസ്റ്റിൻ ഗോമസ് എന്ന് പറയും. ഇന്ന് പിന്നീട് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു മെസ്സേജ് ആയിരുന്നു അതോറിറ്റി ഓഫ് ദ ബിലീവർ. അതോറിറ്റി ഓഫ് ദ പാസ്റ്റർ അല്ല, അതോറിറ്റി ഓഫ് ദ ബിലീവർ. അപ്പം ഞാനാണ് ട്രാൻസ്ലേറ്റർ. അദ്ദേഹം മലയാളിയാണെങ്കിലും കൂടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തങ്കുബ്രദറിനെ പോലെ തങ്കുബ്രദറിൻ്റെ പ്രത്യേകമായ വന്ദനം നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർക്കും മുഴുവൻ സഭയ്ക്കും, ഞങ്ങളുടെ സീനിയർ പാസ്റ്ററും കർത്താവിൽ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവദാസൻ്റെ വന്ദനം. അത് ഞങ്ങളുടെ എല്ലാം ഒരു പ്രാക്ടീസാണ്. എവിടെ പോയാലും ഞങ്ങളുടെ ദൈവദാസൻ്റെ വന്ദനം പറഞ്ഞിരിക്കും. ഇവിടുത്തെ ശുശ്രൂഷകർ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മേൽ കർത്താവിലാക്കി വെച്ച ദൈവദാസൻ്റെ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, അത് ദൈവത്താലാക്കി വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വന്ദനം പറയണം. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും ഈ മീറ്റിംഗ് നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ തങ്കുബ്രദറിനോട് പറഞ്ഞാണ് ഞാൻ ഫൈനൽ വാക്ക് കൊടുക്കത്തുള്ളൂ. ബിക്കോസ് ഐ ആം അണ്ടർ ആൻ അതോറിറ്റി.